വെൽക്കം ടു കുക്കിംഗ് ഇറ്റ് സിമ്പിൾ. ഞാൻ ജെസ്സി. 2 ആപ്പിൾ കയ്യിലുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല സോഫ്റ്റും സ്പോഞ്ചി ആയിട്ടുള്ള ഈസി ആയിട്ടുള്ള ആപ്പിൾ കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് എത്തിയിട്ടുള്ളത്. ഇത് ഉണ്ടാക്കാനായിട്ട് ഞാൻ 2 മീഡിയം വലിപ്പത്തിലുള്ള ആപ്പിളാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ തൊലി കളഞ്ഞിട്ട് നമ്മൾ സാധാരണ ആപ്പിളൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് മുറിക്കൂലേ, അതുപോലെ കുറച്ച് തിന്നായിട്ടുള്ള വെഡ്ജസ് ആയിട്ട് നമുക്ക് മുറിച്ചിട്ടെടുക്കാം. ആപ്പിളിൻ്റെ കുരുവൊക്കെ കളഞ്ഞിട്ട് വേണം ഇതുപോലെ കഷ്ണങ്ങളാക്കിയിട്ട് എടുക്കാനായിട്ട്. ഈ ഒരു രീതിയിൽ ഞാൻ ആ 2 ആപ്പിളും മുറിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഫ്രൈ പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഏതെങ്കിലും ഒരു പാത്രത്തിൽ ഇട്ടാൽ മതി. അതിലേക്ക് നമുക്ക് ഒരു വലിയ സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഒരു വലിയ ടേബിൾ സ്പൂണാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. ഇതിലേക്ക് 1/2 ടീസ്പൂണ് ചെറുനാരങ്ങയുടെ നീരും ചേർത്തിട്ടുണ്ട്. ഒരു ഇത്തിരി വെള്ളവും ചേർത്തിട്ടുണ്ട്. ഇത് അടുപ്പത്ത് വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കിയിട്ട് വേവിച്ചെടുക്കുക. ഒന്ന് ടെൻഡർ ആവുന്ന വരെ, അതായത് ഒന്ന് സോഫ്റ്റ് ആവുന്ന വരെയാണ് വേവിക്കേണ്ടത്. ഡാർക്ക് ബ്രൗൺ കളർ ഒന്നും ആക്കരുത്. ഒരു ഫോർക്ക് എടുത്ത് കുത്തി നോക്കി കഴിഞ്ഞാൽ ഇതുപോലെ സോഫ്റ്റായിട്ട് തോന്നണം. ആ രീതിയിൽ ഇതൊന്ന് വേവിച്ചിട്ടെടുക്കുക. എന്നിട്ട് മാറ്റി വയ്ക്കുക. ഇനി നമുക്ക് കേക്കിൻ്റെ ബേസ് ഉണ്ടാക്കാം. ആയിട്ട് ഞാൻ 3/4 കപ്പ് മൈദ ഒരു അരിപ്പയിലേക്ക് ഇടുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 2 നുള്ളു ഉപ്പ്, അത്രയും കൂടെ നമുക്കിതിലിട്ടിട്ട് നന്നായിട്ട് ഇതൊന്ന് അരിച്ചെടുക്കാം. ഇതിപ്പം ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആണ്. എളുപ്പത്തിലുള്ള ഒരു കേക്കിൻ്റെ റെസിപ്പിയാണ് ഇത്. ഇനി നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള വെറ്റ് ഇൻഗ്രീഡിയൻസ് മിക്സിയുടെ വലിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ 2 കോഴിമുട്ടയാണ് ഇട്ടിട്ടുള്ളത്. 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ കൂടെ ചേർക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കാം. 1/4 കപ്പ് പാല് കൂടെ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഇനി ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് നമുക്ക് 1/2 ടീസ്പൂണ് വാനില എസൻസ് കൂടെ ഇതിൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം. പഞ്ചസാര നന്നായിട്ട് അരയുന്ന പോലെ മിക്സിയിൽ നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. അതിനുശേഷം നേരത്തെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇല്ലേ, ആ മൈദയുടെ കൂട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് മിക്സിയിൽ ഒന്ന് കറക്കിയെടുക്കാം. ഒരുപാട് നേരം മിക്സിയിൽ അടിക്കരുത്, അപ്പോൾ ഓവർ മിക്സിങ് ആയിപ്പോൾ. ജസ്റ്റ് മിക്സി ഒന്ന് പൾസ് മോഡിലിട്ടിട്ട് നമ്മൾ 2-3 തവണയായിട്ട് ഒന്ന് പൾസിൽ ഇട്ടിട്ട് തിരിച്ചാൽ മാത്രം മതി. ഒരുപാട് നേരം കറക്കാനോ മിക്സ് ചെയ്യാനോ പാടില്ല. ഇങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുള്ള ബാറ്റർ ഞാൻ 6 ഇഞ്ച് വായവട്ടമുള്ള ഒരു ബേക്കിംഗ് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതിൻ്റെ അടിയിൽ ഞാൻ ബട്ടർ പേപ്പർ വിരിച്ചിട്ടുണ്ട്. ബാറ്റർ ഒഴിച്ചതിന് ശേഷം ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നേരത്തെ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ആപ്പിളില്ലേ, അത് ഇതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക. ആപ്പിൾ നമ്മൾ വേവിച്ച് നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കുന്നത് കാരണം അത് താഴോട്ടേക്കൊന്നും പോവില്ല. പിന്നെ ബേക്കായി കഴിഞ്ഞാൽ അത് ബേൺ ആവുകയില്ല. അപ്പോൾ ഇനി നമുക്കിത് ബേക്ക് ചെയ്യാം. പ്രീഹീറ്റ് ചെയ്തിട്ടുള്ള ഓവനിൽ 160 ഡിഗ്രി സെൽഷ്യസിൽ 30 മുതൽ 40 മിനിറ്റ് വരെയാണ് ഇത് വേവിക്കേണ്ടത്. ടൂത്ത് പിക്ക് എടുത്ത് കുത്തി കഴിഞ്ഞാൽ ക്ലീനായി വരുന്നവരെ നിങ്ങൾ ബേക്ക് ചെയ്യുക. അതിനുശേഷം ചൂട് കുറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ഒരു കത്തി ഉപയോഗിച്ചിട്ട് ഒന്ന് സൈഡിൽ വിട്ട് കൊടുക്കുക. എന്നിട്ട് പുറത്തേക്ക് എടുത്തിട്ട് ബട്ടർ പേപ്പർ റിമൂവ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ പരിപാടി. നല്ല ഈസി ആയിട്ടുള്ള ആപ്പിൾ കേക്ക് റെഡിയാണ്. നല്ല സോഫ്റ്റുമാണ്, നല്ല ടേസ്റ്റുമാണ് കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഈ ഒരു രീതിയിൽ ആപ്പിൾ കേക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സാധാരണ ബാക്കിയെല്ലാ കേക്കും നമ്മൾ വീട്ടിൽ ഉണ്ടാക്കാറുണ്ടല്ലോ, അതുപോലെ തന്നെയാണ്. അതുപോലെ തന്നെ ഇത് ഉണ്ടാക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.